ആയുർവേദ ഡോക്ടറിൽ നിന്ന് വന്നതാണ്. വീട്ടമ്മയാണ്, 4 കുട്ടികളുടെ അമ്മയാണ്. പഠനം ഉഴപ്പാൻ നല്ല കാരണങ്ങളാണ് ഇതെല്ലാം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് ജോലി കിട്ടിയേ പറ്റും. മിക്കവാറും എൻ്റെ പഠനം തുടങ്ങുന്ന രാത്രി 11 മണിക്ക് ശേഷമായിരിക്കും. PSC ഒരു ബന്ധമില്ലാതെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് 15 വർഷമായ ആളാണ്. PK സാറിൻ്റെ ക്ലാസ് ഉണ്ടപ്പോഴാണ് ഡിഗ്രി ലെവൽ ജോലി തന്നെ വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നെനിക്ക് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്. PK സാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. പിന്നെ ഓൺലൈനിൽ PKയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ്. കൂടുതലും ലൈവ് ക്ലാസ്സസ് ആയിരുന്നു. പഠിച്ചോ ഇല്ല, ഞാൻ റാങ്ക് ഫയലൊന്നും പഠിച്ചിട്ടില്ല. PK തന്ന നോട്ട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 14ാം റാങ്ക് വാങ്ങിച്ച ഞങ്ങളുടെ വിദ്യാർത്ഥി സബിന NSന് എല്ലാവിധ ഭാവുകങ്ങളും. സെക്രട്ടേറിയറ്റിൽ തന്നെ നിയമനം കിട്ടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. കൺഗ്രാജുലേഷൻ. എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ സക്സസ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 14ാം റാങ്ക് നേടിയ സബ്ന NS ആണ്. വെൽക്കം സബ്ന. താങ്ക് യു. നമ്മുടെ മോക്ക് ഇന്റർവ്യൂ കണ്ട ഉദ്യോഗാർത്ഥികൾക്ക് സബ്നയെ അറിയാം. നമുക്ക് ചില കമന്റ്സുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു, സബ്നയുടെ സക്സസ് സ്റ്റോറി വേണമെന്ന്. അപ്പം അല്ലാതെ കാണുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് സബന. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, അരുവിക്കലാണ് എൻ്റെ വീട്. ഞാൻ പഠിച്ചത് ആയുർവേദ കോളേജിലാണ്, ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലാണ്. BAMS ആണ് പഠിച്ചത്. വീട്ടിൽ പാരൻസ്, എൻ്റെ കുഞ്ഞുങ്ങളാണ് ഉള്ളത്. BAMS ആയുർവേദ ഡോക്ടർ. അതെ. അതിൽ നിന്ന് PSCയിലേക്ക് വരാനുള്ള ആ ഒരു വഴിത്തിരിവിന്റെ കാരണം എന്താണ്? ഞാൻ 2017 പാസ് ഔട്ടായ ആളാണ് ട്രിവാൻഡ്രത്ത് നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ക്ലിനിക്കും കാര്യങ്ങളും പ്രൈവറ്റ് പ്രാക്ടീസൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഒരു മൊമെൻറ്റിൽ 2024 എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചത്. അപ്പോൾ പിന്നെ ഇനി അടുത്ത് എന്ത് എന്നൊരു ചോദ്യം വന്നപ്പോൾ ഒരു ഓപ്ഷനായിട്ട് വന്നതാണ് PSC പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ എന്ന് മനസ്സിൽ വന്നു. പക്ഷെ PSC പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ കുറേ നമുക്ക് നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതൽ കേൾക്കുക. ഇപ്പം നിയമനങ്ങൾ കുറവാണ്, വാക്കൻസി അങ്ങനെ ഇല്ല, അങ്ങനെയുള്ള അതിൽ നിന്ന് എങ്ങനെയാണ് അത് തരണം ചെയ്ത്? എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഉണ്ടായിരുന്നു അതിന്? ഞാനും ആ സമയത്ത് പഠിക്കാൻ വന്നപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഈ പഠിച്ച മേഖലയിൽ തന്നെ പഠിച്ചുകൂടെ, അതിൽ ശ്രമിച്ചുകൂടെ, അതിൽ എക്സാം നോക്കിക്കൂടെ, പിന്നെ വേറെ പ്രൈവറ്റായിട്ട് പൊയ്ക്കൂടെ, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അന്ന് എനിക്ക് 32 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വളരെ കുറച്ച് സമയം കൂടെ എനിക്കുള്ളൂ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ പിന്നെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് നിയമനങ്ങളുണ്ട്. നമ്മളിപ്പോൾ നോക്കിയാലും ഈ LP UP പോലെ ടീച്ചിങ് മേഖലയിൽ മാത്രമേ ഉള്ളൂ നിയമനം കുറവായിട്ടുള്ളത്. ബാക്കിയൊക്കെ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു സമയം കളയണ്ട, മാക്സിമം പെട്ടെന്നൊരു ജോലി, ആ ഒരു ഇതിലാണ് ഞാൻ PSC ക്ലാസ്സിന് ഇറങ്ങി പുറപ്പെട്ടത്. കുട്ടികളുണ്ടെന്ന് പറഞ്ഞു, എത്ര മക്കളാണുള്ളത്? എനിക്ക് 4 മക്കളാണുള്ളത്. ഫസ്റ്റ് ട്രിപ്ലെറ്റ്സ് ആണ് 3 പേരും. അവർക്ക് അടുത്ത മാസം 12 ആവും. ലാസ്റ്റ് മോനാണ് ലാസ്റ്റത്തെ ആള്. അവന് 3 വയസ്സായിട്ടില്ല. അങ്ങനെ അവർക്ക് രണ്ടാമത്തെ ആൾക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. പുതിയൊരു ഫീൽഡാണ് PSC എന്നുള്ളത്. ആയുർവേദ ഡോക്ടറിൽ നിന്ന് വന്നതാണ്. വീട്ടമ്മയാണ്, 4 കുട്ടികളുടെ അമ്മയാണ്. പഠനം ഉഴപ്പാൻ നല്ല കാരണങ്ങളാണ് ഇതെല്ലാം. ഇതിന്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റി? അത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ. അല്ലാതെ വേറെ ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കളയാൻ സമയമില്ല. പിന്നെ 4 മക്കളാണ്, പഠിക്കാൻ സമയം ഒട്ടും കിട്ടൂല. ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചത്. മിക്കവാറും എൻ്റെ പഠനം തുടങ്ങുന്ന രാത്രി 11 മണിക്ക് ശേഷമായിരിക്കും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കുഞ്ഞു മോനെയും അവന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് 7-8 മാസം ഉള്ളപ്പോഴാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവനെയും ഉറക്കിയതിന് ശേഷം ആണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ കറക്റ്റ് പഠിക്കാൻ ഞാൻ ഓഫ്ലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് വീടിനടുത്തൊരു സെൻറ്ററിൽ. 1 വർഷം പോയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ബേസ്മെൻ്റ് ആയി. കാര്യം Day 1 മുതലേ ഞാൻ പഠിപ്പിക്കുന്ന സാധനങ്ങൾ പക്ക പഠിച്ചിരിക്കും.
വെച്ച് നീട്ടിക്കൊണ്ട് പോകില്ല. പിന്നെ ടോപ്പിക് എക്സാം ആയാലും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചത്. പിന്നെ അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ അവരെ വളർത്തണമെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ. അപ്പം ഞാനും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഉഴപ്പിക്കൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. എങ്ങനെയാണ് PK ലേണിംഗ്സിലേക്ക് എത്തിയത്? PK ലേണിംഗ്സ് എത്തുന്നത് ഞാൻ 2024 ഫെബ്രുവരിയിലാണ് കോച്ചിങ്ങിന് ചേരുന്നത് ഓഫ്ലൈനായിട്ട് വീട്ടിനടുത്ത്. അപ്പം ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ട് ആ 2.5 മാസമായപ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രിലിംസ് വരുന്നത്. ആ സമയത്ത് എനിക്ക് ആ പ്രിലിംസ് കിട്ടിയില്ല. 5 മാർക്കിന് എനിക്ക് പോയി LSC സെക്രട്ടറിയുടെ. അത് കഴിഞ്ഞ് കറക്റ്റ് 1 വർഷമായപ്പോഴത്തേക്കും സെക്രട്ടറിയേറ്റ് OA വന്നു. ആ എക്സാം പ്രിലിംസ് കിട്ടി. അപ്പോൾ ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അത് കഴിഞ്ഞ് ഡിഗ്രി പ്രിലിംസ് വന്ന സമയത്ത് ഞാൻ മനസ്സിൽ കണ്ടു പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചെങ്കിലും ഞാൻ എടുത്തില്ല. പക്ഷേ 12ാമത്തെ ദിവസം പ്രിലിംസ് കഴിഞ്ഞ് 12ൻ്റെ അന്ന് ഞാൻ വീണ് കാലൊടിഞ്ഞു. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോകാൻ പറ്റാണ്ടായി. എത്രയും പെട്ടെന്ന് എനിക്കൊരു പ്ലാറ്റ്ഫോം എടുത്തേ പറ്റൂ. അപ്പോഴും എനിക്ക് PK എനിക്ക് അറിയില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആ യൂട്യൂബിൽ നോക്കി വേറെ 2-3 ചാനൽസ്, ഒരിടത്ത് നോക്കുമ്പോൾ ഫീസ് ഭയങ്കര കൂടുതലും ഒട്ടും അഫോർഡബിൾ അല്ല, പിന്നെ ചിലർ ഡെമോ ക്ലാസ് നമുക്ക് ഒട്ടും ഓക്കെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻറ്റ് റാങ്ക് 36 ഒരു ഡോണ പുള്ളിക്കാരിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ PKൻ്റെത് കണ്ടു. അത് കണ്ട് എനിക്കെന്തോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷേ എനിക്കെന്തോ അത് ഓക്കെ ആയി. എനിക്ക് തോന്നി ഇതെനിക്ക് കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ ഞാൻ വിളിച്ചു, ആ കാണുന്ന നമ്പറിൽ വിളിച്ചു, ഞാൻ എടുത്തു. പിന്നെ നോക്കുമ്പോൾ ഓപ്പണാക്കി നോക്കുമ്പോഴും എനിക്ക് ആദ്യം മനസ്സിലായില്ല. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവിടേക്കെല്ലാം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അവിടെ നമുക്ക് എന്ത് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങി. ജൂൺ 9-ാം തീയതിയാണത് 2025. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെയ്തത് സിലബസ് എടുത്ത് വെച്ചു. എന്നിട്ട് ഫസ്റ്റ് പേപ്പർ ഓൾറെഡി എനിക്ക് കുറേയൊക്കെ അറിയാം, പക്ഷേ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി അറിയില്ലായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ഞാൻ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് നോട്ട് എഴുതി പഠിക്കാൻ തുടങ്ങി. എനിക്ക് അറിയാത്ത സാധനം ഞാൻ ആദ്യം പഠിച്ചു. അപ്പോൾ ഏകദേശം ഫസ്റ്റ് പേപ്പർ പഠിക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേപ്പർ ഫുള്ള് PK തന്നെയായിരുന്നു. പിന്നെ PK സാറിൻ്റെ ക്ലാസ് കാണുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം ഒരു ജോലി പെട്ടെന്ന് കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ PK സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോഴാണ് ഡിഗ്രി ലെവൽ ജോലി തന്നെ വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നെനിക്ക് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും രണ്ടും അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഏതാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് രണ്ടും ഓക്കെയാണ്. രണ്ടിനും 2 പോസിറ്റീവ് വശങ്ങളുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാം, പക്ഷേ ഓഫ്ലൈൻ സിലബസ് കംപ്ലീഷൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ സിലബസ് കംപ്ലീഷൻ പക്കായിട്ട് പോവും. പിന്നെ ഓൺലൈനിൽ PKയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ്, കൂടുതലും ലൈവ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇൻട്രാക്ഷൻ്റെ വലിയ ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ വേണമെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് പറയാം. പിന്നെ ഓൺലൈനിൽ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കണം, ക്ലാസ് കാണണം എന്നുള്ളത് അവനവൻ്റെ ആവശ്യമാണെന്ന് തോന്നണം. മറ്റേത് നമുക്ക് ഓഫ്ലൈൻ ഒരു സെൻറ്ററിൽ പോയിരിക്കുമ്പോൾ അവിടെ ഒരാൾ എക്സാം ഇടും, നമ്മളെ മോണിറ്റർ ചെയ്യാൻ ആളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പഠിച്ചേ പറ്റൂ. പക്ഷേ ഓൺലൈൻ ആയിരിക്കുമ്പോൾ നമ്മൾ ഉഴപ്പിയാലും ആരും നമ്മളെ നോക്കാനില്ല എന്ന് കരുതിയാൽ നമ്മുടെ തന്നെയാണ് മാർക്ക് പോകുന്നത്, നമ്മുടെ തന്നെയാണ് വയസ്സ് കൂടി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു സംഭവം, നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഓൺലൈനാണ് കൂടുതൽ നല്ലത്. PK ലേണിംഗ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ PK സാറിന്റെ ഓറിയന്റേഷൻ സെഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? PK സാറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് സാറ്. സാറിൻ്റെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് അങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഭയങ്കര സപ്പോർട്ടാണ് സാറ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ബ്രേക്ക് ടൈമിൽ സാറ് പറയും പഠിക്കുന്നതുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒന്നും ചോദിക്കരുത്, വേറെ എന്തെങ്കിലും മാത്രമേ ചോദിക്കാവുള്ളൂ, അങ്ങനെ പറയും. ഫാമിലി, വേറെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. എല്ലാവരും ഏത് സിനിമ കണ്ടു അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഭയങ്കര തോന്നുന്നു സാറ് വേറൊരു ലെവലാണ്, നമ്മൾ വിചാരിക്കും പോലത്തെ ആളല്ല. ഭയങ്കര ചില്ലാണ് സാറ് അങ്ങനെ. പക്ഷേ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു സാറിൻ്റെ. ശരിക്കും ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ, സാറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ മിസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ബാക്കി ക്ലാസ്സുകളൊക്കെ നമുക്ക് ലൈവ് ക്ലാസ് ചിലപ്പോൾ റെക്കോർഡഡ് ആയിട്ടിരിക്കും, നമുക്ക് എല്ലാ ടൈമിൽ കാണാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും മാക്സിമം ക്ലാസ്സുകളും ഓൺലൈൻ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്ക് ഡൗട്ട് ചോദിക്കാമല്ലോ. മറ്റേ റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. രാത്രിയാണ് ഇരുന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. അതിൻ്റെ ഇടയിൽ റിവിഷനും കൂടെ എങ്ങനെയാണ് സമയം കണ്ടെത്തി? ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞുതരാമോ? റിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല. ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ ഒരു എന്തെങ്കിലും ഇപ്പം ഈ ഗവേണൻസിൻ്റെ ഒക്കെ ആയാലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ്, നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ, ഇതെല്ലാം നമുക്ക് പുതിയ ടോപ്പിക്കായിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഈ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10 മാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ മൊഡ്യൂളും നമുക്ക് ഫ്രഷ് തന്നെയായിരുന്നു.
അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ആ സാധനം 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ടോപ്പിക് ആയിരിക്കും പിന്നെ പഠിക്കുന്നത്. അടുത്ത് വീണ്ടും എടുക്കുമ്പോൾ ആദ്യം പഠിച്ച സാധനം റിവൈസ് ചെയ്യും. എനിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആയിട്ട് പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കറിയാം റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ കാട് കയറി പഠിച്ചിട്ട് കാര്യമില്ല, നമുക്കതിൽ നിന്ന് മാർക്ക് കിട്ടില്ല. പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ഇവർ PDF നോട്ടെല്ലാം നമുക്ക് തരുന്നുണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് എഴുതും. പി.കെ. സാർ എപ്പോഴും പറയും നിങ്ങൾ ഏറ്റവും മിനിമൈസ് ചെയ്ത് വേണം നോട്ട് എഴുതാൻ. വേറെയും ഒരുപാട് മിസ്, അമൃത മിസ്, മാനേജ്മെൻറ്റിൻ്റെയൊക്കെ മിസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇതിൽ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. സെക്കൻഡ് പേപ്പറാണ് എനിക്ക് കൂടുതൽ, പിന്നെ മറ്റേതിൽ ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് അറിയാവുള്ളൂ. പക്ഷേ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. പിന്നെ റിവിഷൻ, ഇവരുടെ തന്നെ റിവിഷൻ ഉണ്ടായിരുന്നു. PK-ൻ്റെ തന്നെ നമുക്ക് എക്സാം അടുപ്പിച്ച് ഓരോ സബ്ജക്റ്റും ഒരു റിവിഷൻ ഉണ്ടായിരുന്നു. മറ്റേ സിലബസ് വൈസ് ടോപ്പിക്ക് ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ റിവിഷൻ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ടോപ്പിക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാൻ എടുക്കുമ്പോൾ ആദ്യം പഠിച്ച സാധനം വീണ്ടും റിവൈസ് ചെയ്തിട്ടാണ് ബാക്കി കണ്ടിന്യൂഷനിലോട്ട് പോവുക. കാര്യം ഞാൻ തന്നെ മറന്നു പോകും അത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവരും റിവിഷൻ ചെയ്യത്തില്ല. കൂടുതൽ പഠിച്ചു പോകുന്നതിലാണ് അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ റിവൈസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് എക്സാമിന് വരുമ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ നമുക്ക് കറക്റ്റ് ആൻസർ അതിൽ കിട്ടണം എന്നില്ല. റിവിഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്യുക, പുതിയത് പഠിക്കുന്നതിലല്ല, നമ്മൾ പഠിച്ച സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്, അത് റിവൈസ് ചെയ്യുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളമൊക്കെ ആണെങ്കിൽ PYQs ചെയ്ത് നോക്കുക, കൂടുതൽ ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളം ഇത് മൂന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതും സിലബസ് എടുത്ത് വെച്ചിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കൂടുതൽ ചെയ്യുക. ഞാൻ സിലബസ് തന്നെയാണ്, ഞാൻ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ ചെവരിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം എടുത്ത് ലാസ്റ്റ് ഒരു 40 days ഉള്ളപ്പോൾ ഞാൻ കൗണ്ട് ഡൗൺ ഒക്കെ എഴുതി ഓരോ ദിവസം വെട്ടി അങ്ങനെ പോവും. ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും. പക്ഷെ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു ദിവസം ഞാൻ ഇത്ര മണിക്കൂർ ഇത് പഠിക്കുമെന്ന് വെച്ചിരുന്നാലും പക്ഷേ ആ ഒരു 4 ടോപ്പിക് എഴുതുമ്പോൾ ചിലപ്പോൾ 2 എണ്ണേ കവർ ആവുള്ളൂ. പക്ഷേ 2 എണ്ണം കവർ ആവുന്നത് നമുക്ക് പ്ലസ് ആണ്. ഒന്നും പഠിക്കാതിരിക്കുന്നതിനെക്കാട്ടിലും 2 എണ്ണം ഇതാവുമല്ലോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒട്ടും ആക്റ്റീവായിട്ടുള്ള ആളല്ലായിരുന്നു. പ്രത്യേകിച്ചും എക്സാം സമയത്ത് നമ്മൾ യൂട്യൂബൊക്കെ കയറി റീൽസ് കണ്ടുകൊണ്ടിരുന്ന സമയം പോകണം അറിയത്തില്ല. ഞാൻ എൻ്റെ യൂട്യൂബൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബൊക്കെ എടുക്കുന്നത്. ടെലഗ്രാം ആയാലും ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം ഒരു സൈഡ് ഒതുക്കി വെച്ചിട്ടാണ് പഠിച്ചത്. നമുക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ സമയമുണ്ടല്ലോ, പിന്നെ നമുക്ക് ലൈഫിൽ ഇതൊക്കെ തന്നെയാണുള്ളത്. നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ എക്കണോമിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലാഘവത്തോടെയാണ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ എക്കണോമിക്സ് എങ്ങനെയാണ് പഠിച്ചത്? എല്ലാ കുട്ടികൾക്കും ഇപ്പം നമ്മുടെ PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതെങ്ങനെയാണ് പഠിച്ചെടുത്തത്? എക്കണോമിക്സ് ഞാൻ ആദ്യം ഓഫ്ലൈൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് PSC ബേസ്മെൻറ്റ് കിട്ടി. പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ ഷഹീർ സാറ് നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു സാറിൻ്റെ. അപ്പം സാറ് നമുക്ക് ഡേറ്റ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഡേറ്റ വെച്ചിട്ട് പഠിപ്പിക്കും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ബഡ്ജറ്റ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബഡ്ജറ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ആദ്യം തോന്നും പഠിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഒരു തവണ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ബഡ്ജറ്റിൻ്റെ ഓരോ ക്രൈറ്റീരിയാസ്, ഓരോന്നിന് ഇത്ര ശതമാനം, ഈ വർഷം ഇത്ര എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണക്കാണ്. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ നമ്മളതിൽ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് സംഭവം ഇത്. നമ്മുടെ മോക്ക് ഇന്റർവ്യൂവും PSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയായിരുന്നു? നമ്മളിവിടെ എങ്ങനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്തു ഇവിടുത്തെ മോക്ക് ഇന്റർവ്യൂ? ഇവിടുത്തെ മോക്ക് ഇൻ്റർവ്യൂ ഞാൻ ശരിക്കും ഇൻ്റർവ്യൂ പോലെ തന്നെ ഞാൻ പഠിച്ചു. ഒരു 4-5 ദിവസം അതിനായിട്ടിരുന്ന് കറണ്ട് അഫെയറും കാര്യങ്ങളൊക്കെ നോക്കി. ഇൻ്റർവ്യൂ ആണ് എന്ന് തന്നെ. കാര്യം ആ സമയത്ത് നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പോലും വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ ഇവിടുത്തെ ഇൻ്റർവ്യൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത്, ഇത് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പൈസ കൊടുത്ത് എടുത്ത പ്ലാറ്റ്ഫോമുകാർ എനിക്ക് തരുന്നതാണ്. അപ്പം ഞാനിവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് എന്നെ അവർ കറക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. എനിക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് അവർ കറക്റ്റ് ചെയ്യാനാണ് അവരവിടെ ഇരിക്കുന്നത്, അല്ലാതെ എന്നെ കുറ്റം പറയാനല്ല എന്നൊരു ടെൻഷൻ. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടാണ് ഞാൻ അവിടെ കയറിയത്. പിന്നെ ഒറിജിനൽ ഇൻ്റർവ്യൂ ഞാൻ ഭയങ്കര കൂളായിട്ട് കയറി. ഇതേപോലെയൊക്കെ തന്നെ. കാര്യം നമുക്ക് റിട്ടേൺ എക്സാം കഴിഞ്ഞു, ഇനി നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും 3 പേരായിരുന്നു പാനലിൽ, ചെയർമാനും പിന്നെ വേറെ 2 പേരും. ചെയർമാൻ എന്നോട് ആദ്യമേ ചോദിച്ചത് ഹെൽത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു. സോഷ്യൽ ഹെൽത്ത്, ജനറിക് മെഡിസിൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ സിലബസ് ഫുൾ അരച്ച് കലക്കി കുടിച്ച് കറണ്ട് അഫെയർ ഒക്കെ പഠിച്ചിട്ട് പോയപ്പോൾ പിന്നെ ആയുർവേദം നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇതൊന്നും അല്ല പുള്ളി എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് ഇതായിട്ട് പിന്നെ ഞാൻ ബാക്കി എൻ്റെ കയ്യിലുള്ളതുപോലെയൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കി രണ്ടുപേരും ഒരാൾ പക്ക സെക്രട്ടേറിയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇൻഡെപ്തിലൊക്കെ ചോദിച്ചു. ഒരു 3 ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അറിയില്ല എന്ന് പറഞ്ഞു. ബാക്കി ഒരു 10-12 ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തു. PSC ഇന്റർവ്യൂവിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻ ഏതാണ്? ഈ ജനറിക് മെഡിസിൻ ചോദിച്ചപ്പോൾ എന്താണ് ജനറിക് മെഡിസിൻ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ നമ്മൾ ജനറൽ മെഡിസിൻ ഓവർ ദ കൗണ്ടർ മെഡിസിൻ എന്നൊക്കെ പറയുമല്ലോ, അത് ഞാൻ പറഞ്ഞു. പക്ഷെ സംഭവം തെറ്റായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വീട്ടിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ 3 ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് പറയാൻ പറ്റാതെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒന്നും കുഴപ്പമില്ലായിരുന്നു. സിലബസ് വെച്ചാണ് പഠിച്ചതെന്ന് പറഞ്ഞു. സിലബസ് ഒട്ടിച്ച് വെച്ചിട്ട് അത് നോക്കി പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്തൊക്കെ ബുക്സ് ആണ് യൂസ് ചെയ്തത്? നമ്മുടെ ഇവിടുത്തെ ക്ലാസ് മാത്രമാണോ കണ്ടത്? അത് എന്തെങ്കിലും ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ റെഫർ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ അടുത്ത് വേറെയും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ടെലഗ്രാമിലൊക്കെ ചിലർ മെസ്സേജ് ഇട്ട് ചോദിക്കും റാങ്ക് ഫയൽ പഠിച്ചോ എന്നൊക്കെ. ഇല്ല, ഞാൻ റാങ്ക് ഫയലൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഓഫ്ലൈനായിട്ട് പോകുമ്പോഴും ഞാൻ ക്ലാസ് നോട്ടാണ്. ഞാൻ PK വന്നപ്പോഴും PK തന്ന നോട്ട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ പറഞ്ഞില്ല, ആ ഫിസിക്സും കെമിസ്ട്രി മുതൽ പിന്നെ സെക്കൻഡ് പേപ്പർ കംപ്ലീറ്റ് ഞാൻ PKൻ്റെ. പിന്നെ ഞാൻ കുറച്ച് ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ ഒക്കെ നോക്കിയിട്ട് ടേംസും കാര്യങ്ങളൊക്കെ. കാര്യം അത്യാവശ്യം ഇതിൽ നമുക്ക് നല്ല നോട്ട് തരുന്നുണ്ട്. ഇനി നമ്മൾ വേറെ പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് വലിച്ചു വാരി പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവേ ഉള്ളൂ. പഠിക്കുന്ന സാധനം കറക്റ്റായിട്ട് ഇങ്ങ് പഠിക്കുക. ഇതിനപ്പുറം PSC ഒന്നും ചോദിക്കില്ല. നോട്ട്സ് തന്നെയാണ് ഈ തരുന്ന PDF നിന്ന് നോട്ട്സിൽ നിന്ന് ഞാൻ എൻ്റേതായ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയെടുക്കും. അത് കാര്യം നോട്ട് ചെറുതായിരിക്കുമ്പോഴേ നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ. വലിയ നോട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് വായിച്ചെത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ മിനിമം ആയിട്ട് നോട്ട് എഴുതും, അത് റിവൈസ് ചെയ്യും. അങ്ങനെ തന്നെയാണ് പഠിച്ചത്. എങ്ങനെയാണ് ആ പഠന രീതി എന്നൊന്ന് പറഞ്ഞു? സിലബസ് ഒരിക്കലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒരു 50% പോലും സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല സിലബസിലെ. പക്ഷെ നമുക്കൊരു സംഭവം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സിലബസ് ആദ്യം നോക്കി വായിക്കുമ്പോൾ തന്നെ കുറച്ച് PYQs, ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആണ്. അതിൽ PYQs നോക്കുമ്പോൾ നമുക്കറിയാം എവിടെ നിന്നൊക്കെയാണ് PSC ചോദിക്കുന്നത്. PSC ഇതുവരെയും ചോദിച്ചിട്ടില്ലാത്ത മേഖലകളും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മേഖലകളും ഒത്തിരി ഉണ്ട്. അത് സ്കിപ്പ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളാണ് ഞാൻ പഠിച്ചു പോയത്. എല്ലാം ഒന്നും ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല. സെക്കൻഡ് പേപ്പർ ആയാൽ തന്നെയും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻ്റ് ഒക്കെ നമുക്ക് ഫ്രഷ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പഠിച്ചു. അതിലൊന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. പിന്നെ പഠിക്കുന്ന സാധനം മനസ്സിലാക്കി പഠിക്കും, കാണാതെ പഠിക്കുന്നതല്ല. അപ്പം നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും നമുക്കത് എഴുതാൻ പറ്റണം. നമ്മൾ ജസ്റ്റ് ചുമ്മാ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റില്ല. പഠിക്കുന്ന സാധനം നന്നായിട്ട് പഠിച്ചു. പിന്നെ മെയിൻ സംഭവങ്ങൾ ബേസിക് ആയിട്ടുള്ള. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് സെക്രട്ടേറിയറ്റിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ ഈ സിലബസ് ഫ്രഷാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രഷാണ്. അപ്പോൾ ഇതിൽ മാക്സിമം എത്രത്തോളം നമ്മൾ നന്നായിട്ട് പഠിക്കുമോ അവർക്ക് കിട്ടും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് അത്ര ടെൻഷൻ ഇല്ല. കാര്യം ഇതിന് മുന്നേ കുറച്ച് പേര് പഠിച്ചെഴുതിയ സിലബസ് ആണെങ്കിൽ അവർക്കൊരു ഡോമിനേഷൻ നമുക്ക് തോന്നിയേനെ. പക്ഷെ ഇതങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ആയുർവേദ ഡോക്ടർ എന്നൊരു ഉദ്യോഗം വിട്ടിട്ടാണ് PSC പഠിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ PSC എന്തായാലും ഈ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ എക്സാം എഴുതാൻ പോയത്. അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? എക്സാം എഴുതിയപ്പോൾ എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? എക്സാം ചിലർ പറയും എക്സാമിൻ്റെ തലേദിവസം നന്നായിട്ട് ഉറങ്ങണം, റിലാക്സായി പോകണം, പഠിക്കരുത്, രാവിലെ പഠിക്കരുത്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ പഠിക്കുന്ന ഒരാളാണ്. അത് ഡിപ്പെൻസ്, ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ്. ഞാൻ പക്ഷേ ടെൻഷനായിട്ടല്ല പഠിക്കുക. ഞാൻ പഠിച്ച സംഭവങ്ങൾ റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ടെൻഷൻ വരും. പക്ഷേ ഞാൻ പഠിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ റിവൈസ് ചെയ്യും. പിന്നെ എന്നെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കമ്പൈൻ സ്റ്റഡി. ഞാൻ എക്സാം ഹാളിൽ പോയപ്പോഴും ആ സ്ഥലത്തും എനിക്ക് അറിയാവുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നോട്ട് എടുത്ത് വെക്കും, വായിക്കും, അവർക്ക് വായിച്ചു കൊടുക്കും. അപ്പം അവരും അങ്ങ് ജോയിൻ ചെയ്യും. ഇപ്പം പഠിക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പഠിക്കുന്ന സ്ട്രാറ്റജിയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഫാക്ടർ. എനിക്ക് ആരെയും പഠിപ്പിക്കാൻ കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ പിടിച്ചിരുത്തിയിട്ട് ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായാൽ മതി, ഞാനങ്ങ് പഠിപ്പിക്കും. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഓഫ്ലൈനായിട്ട് പോയപ്പോഴായാലും ഓൺലൈനായിട്ടായാലും പിന്നെയും എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയായിരുന്നു കമ്പൈൻ സ്റ്റഡിക്ക്. നമുക്ക് ഇതിനകത്തൊരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഒരു PKൻ്റെതാണെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ. പക്ഷെ ഞാനത് എക്സാമിന് ലാസ്റ്റ് കുറച്ച് ദിവസം മുന്നേയൊക്കെയാണ്, 2-3 ആഴ്ച മുന്നെയാണ് അറിയുന്നത് ടെലഗ്രാമിൽ റിവിഷൻ സംഭവമുണ്ട്. പക്ഷേ പിന്നെ ഞാൻ അങ്ങോട്ടത് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴായാലും വീണ മിസ്സിൻ്റെ റിവിഷൻ അത് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കും. അടുക്കളയിൽ നിൽക്കുമ്പോഴായാലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്കൊരു ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റിവിഷൻ ഇവർ
പഠിച്ച് പറയുക, അപ്പം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അത് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ജോലിയുടെ ഇടയിലായാലും ഞാൻ തുണി കഴുകുമ്പോഴൊക്കെ ഹെഡ്സെറ്റൊക്കെ വെച്ചൊക്കെ ഞാൻ ക്ലാസ്സൊക്കെ കേൾക്കുമായിരുന്നു. കാര്യം വീട്ടിലെ ജോലിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് സമയം ഇങ്ങനെ നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്താതെ മാക്സിമം സമയം ഞാൻ പഠിക്കാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് കരുതി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതെയല്ല, എൻ്റെ ബാക്കി കടമകളെല്ലാം ഞാൻ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ടൈം വേസ്റ്റ് ചെയ്യുന്ന സ്വഭാവം ഇല്ലായിരുന്നു. പിന്നെ എക്സാം ഡേറ്റ് അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ കൂളായിരുന്നു. കാര്യം ഞാൻ പഠിച്ചതൊക്കെ തന്നെ വരുള്ളൂ, അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ എക്സാം കിട്ടും, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ ടെൻഷനില്ല. പിന്നെ ഫസ്റ്റ് പേപ്പർ ഈസി ആയപ്പോൾ എനിക്ക് സെക്കൻഡ് പേപ്പറിന് ഒട്ടുമേ ടെൻഷൻ ഇല്ലായിരുന്നു. ഭയങ്കര ഒരു ഈസിനെസ്സോടെയാണ് ഞങ്ങൾ എഴുതിയത്. അതുകൊണ്ട് ഞാൻ പിന്നെ തലേദിവസം ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അല്ലാതെ പഠിക്കുമ്പോൾ മിനിമം ഞാൻ 4 മണിക്കൂർ ഉറങ്ങും. ഉറങ്ങാതിരുന്ന് ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞിരുന്ന് പഠിക്കില്ല, വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ആയിപ്പോൾ ഉറക്കം. എന്നാലും ഞാൻ മാക്സിമം 4 മണിക്കൂർ തന്നെയാണ് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതായിരുന്നത്. പിന്നെ എക്സാം തലേന്ന് ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂറൊക്കെ എന്തായാലും ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം കുടിക്കുക, പലരും പഠിക്കുന്നതിൻ്റെ ഇടയിൽ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളം പോലും കുടിക്കാതിരുന്ന് പഠിച്ചിട്ട്, അങ്ങനെ ആരും ചെയ്യരുത്. PSC മേഖലയിലെ ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ജോലി എന്ന് പറയുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക്. അപ്പോൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? എക്സൈറ്റ്മെൻറ്റ് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ശരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോലിയുടെ ഇത്രയും ഒരു എഫക്റ്റുള്ള ജോലിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ജോലി, എനിക്ക് അടുത്ത് വരുന്ന എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ആ സമയത്ത് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചിലർ ചോദിക്കും ഏത് എക്സാമാണ് അടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പിന്നെ ട്രിവാൻഡ്രം വിട്ട് പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്രയും നല്ല, അത് ശരിയാണ്, എനിക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ദൂരോട്ട് പോകണ്ടല്ലോ, ഇവിടെ തന്നെ തുടരാം. അങ്ങനെ എനിക്ക് ഭയങ്കര ജോലി, എന്തായാലും ഈ ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ. പിന്നെ ഇത്രയേറെ റാങ്കിൽ വന്നു സെക്രട്ടേറിയറ്റ് തന്നെ. പിന്നെ അത്യാവശ്യം റെസ്പോൺസിബിൾ കൂടുതലാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് മാത്രമല്ല, സെക്രട്ടേറിയറ്റും ഫിനാൻസ് PSC ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഏത് കിട്ടിയാലും ഓക്കെയാണ്, പക്ഷേ ട്രിവാൻഡ്രം തന്നെ കിട്ടണം, അതാണ് എൻ്റെ ഒരു സന്തോഷം. PYQ ചെയ്ത് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ മാത്രം PYQ ആണോ നോക്കിയത്, അത് 10th ലെവൽ 12th ലെവലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? PYQs ഞാൻ സ്റ്റാർട്ട് ചെയ്തത് LDCൻ്റെ PYQ ആയിരുന്നു. 2024 LDC ഓരോ ജില്ലകളിൽ 7 ഘട്ടമായിട്ട് എന്തോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ PYQs ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ LSC സെക്രട്ടറി, അതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം നടന്ന ഡിഗ്രി ലെവലും അല്ലാത്തതും PYQs ഞാൻ നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ എക്സാം നടക്കുന്ന, നമ്മൾക്കിപ്പോൾ എക്സാം ഇല്ലെങ്കിലും യൂട്യൂബിലൊക്കെ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്, എക്സാം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഞാൻ കയറി ലൈവായിട്ടൊക്കെ കയറി കാണും. പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ആണെങ്കിൽ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷിൻ്റെ വേറൊരു PYQ റാങ്ക് ഫയൽ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളമൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ ടെലഗ്രാമിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ, അതൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാം കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാമോ? എനിക്ക് പറയാനുള്ളത്, എല്ലാവരും സിലബസ് ബേസ് ചെയ്ത് പഠിക്കുക. വെറുതെ റാങ്ക് ഫെയിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് അല്ലാതെ വായിച്ച് സമയം കളയുന്നതിനെക്കാട്ടിലും സിലബസ് എടുത്ത് വെക്കുക, അതിലുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർ, ഡെയിലി പത്രം വായിക്കുന്ന ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മൾ പത്രം വായിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ദിവസം ഒത്തിരി കറണ്ട് അഫെയർ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എക്സ്ട്രാ കറണ്ട് അഫെയർ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, അതൊന്ന് നോട്ട്സ് കുറിച്ച് വെക്കാൻ പറ്റും. പിന്നെ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ ഒരു 2-3 ദിവസത്തിൽ ആകുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം ഒന്ന് പഠിച്ചിരിക്കുക. പിന്നെ ഒരു ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ നമുക്കത് ഓർമ്മയിരിക്കും. ഒരു 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമുക്ക് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും റിവിഷൻ ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. എന്നോട് കുറേ പേര് പറയുന്നത് കുറച്ച് ദിവസം പഠിക്കും, പിന്നെ പഠിക്കാൻ വരാൻ പറ്റില്ല, പല ഇഷ്യൂസ്, ഫാമിലി, ഫിനാൻഷ്യൽ, അങ്ങനെ. പക്ഷേ നമ്മളതെല്ലാം ഒന്ന് മാറ്റി സൈഡാക്കി വെച്ച് ഈ പഠിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് എന്ന് കരുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ കഷ്ടപ്പെടേണ്ട. മാക്സിമം ഒരു 1-1.5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അത് എൻ്റെ അനുഭവം. ഞാൻ PSCന്ന് ഒരു ബന്ധമില്ലാതെ ഞാൻ 10th ക്ലാസ് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് 15 വർഷമായ ആളാണ്. ഞാൻ വേറെ ഒരു എൻ്റെ ഡിഫറെൻ്റ് ഒരു ഫീൽഡിൽ പോയി കുറേ കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടും എനിക്ക് ഒരു പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. എന്നുവെച്ചാൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ അവിടെ 20-22 വയസ്സായ കുട്ടികളാണ് കൂടുതലും. അപ്പോഴും പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കും, എനിക്കിപ്പോഴും ആ ഒരു വിശ്വാസമുണ്ട്, എന്തും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും അതേപോലെ സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും വലുത്. നമ്മൾ പല ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോവാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടും. സബ്ന ആഗ്രഹിച്ച ജോലി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.
അപ്പം ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും എക്സാം എഴുതാനോ വേറെ ജോലി നോക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇതുവരെ അങ്ങനെ പ്ലാനൊന്നുമില്ല. പക്ഷെ ഇപ്പം ഒത്തിരി പേര് എന്നോട് പറയുന്നത് അടുത്ത KS എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം എന്തായാലും നിലവിൽ അതിനെ ആലോചിക്കുന്നില്ല. ജോയിൻ ചെയ്തതിന് ശേഷം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ എന്തായാലും ശ്രമിക്കും. കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരു കുഴപ്പമില്ല. നമ്മൾ മാക്സിമം എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 14ാം റാങ്ക് നേടിയ സബ്നയാണ്. സബ്നയ്ക്ക് PK ലേണിംഗ്സിന്റെ എല്ലാവിധ ആശംസകളും. ഈ സക്സസ് സ്റ്റോറി ഏതൊരു ഉദ്യോഗാർത്ഥിക്കും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന ഒന്നാണ്. നിങ്ങളും ഇത്തരത്തിലൊരു വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ PK ലേണിംഗ്സിന്റെ ഭാഗമാകൂ. Let's craft your future with PK Learnings.